എന്നെന്നും രചന അമ്മു. ആരെന്തു പറഞ്ഞാലും ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. പറയുമ്പോൾ വല്ലാതെ ദേഷ്യം നിറഞ്ഞിരുന്ന സ്വരത്തിൽ. വൈക രേവതി അവളെ ശാസനയോട് വിളിച്ചു. എനിക്ക് പറ്റില്ല അമ്മ, ആ പട്ടിക്കാടി പോയി താമസിക്കാൻ. റേഞ്ച് എന്ന് പറയുന്ന സാധനം ഉണ്ടോ അവിടെ? സാധനങ്ങൾ വാങ്ങാനോ ഭക്ഷണം കഴിക്കാനോ നല്ല കടയെങ്കിലും ഉണ്ടോ? എനിക്ക് വയ്യ എന്റെ ജീവിതം അങ്ങനെ സ്ഥലത്ത് കളയാൻ. അമ്മയുടെ ദേഷ്യം കലർന്ന മുഖം കണ്ടിൽ നിന്നടിച്ച് വൈക വീണ്ടും പറഞ്ഞു. പതിയെ രേവതിയുടെ മുഖത്ത് നിരാശ നീലിക്കുന്ന കണ്ടു. എന്റെ കണ്ണടയും മുമ്പ് നിന്നെ ഒരു കയ്യിൽ ഏൽപ്പിക്കാനല്ലേ മോളെ നിന്റെ അച്ഛൻ പോകുമ്പോ എന്നോട് അവസാനമായിട്ട് പറഞ്ഞ് നിന്നെ അബിക്ക് കൊടുക്കണേന്ന. അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ അവൾക്ക് എന്തോ വല്ലായിക തോന്നി. പക്ഷെ സമ്മതം മൂളാൻ കഴിഞ്ഞില്ല. ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു ജീവിതം തന്നെയായിരുന്നു അത്. കൂട്ടുകാരോടൊക്കൊന്ന് ചാറ്റ് ചെയ്യാൻ പറ്റാതെ, ഷോപ്പിങ്ങോ സിനിമയോ കാണാൻ പോകാൻ പറ്റാതെ എങ്ങനെയാണ് തനിക്ക് ജീവിക്കാൻ കഴിയുക? കറണ്ട് പോലും ഉണ്ടാവുക എല്ലാ ദിവസവും. അമ്മയ്ക്ക് ഇപ്പം എന്താ വേണ്ടത്? നാട്ടിലേക്കൊന്ന് പോകണം, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് പോവാം, എല്ലാവരും കൂടെ കുറച്ച് ദിവസം നിൽക്കാം. പക്ഷെ ഈ വിവാഹത്തിന് അമ്മേനെ നിർബന്ധിക്കരുത്, തീരെ പറ്റാഞ്ഞിട്ട് അമ്മ. അവൾ അമ്മയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്ന് പതുക്കെ പറഞ്ഞു. അവളുടെ തീരുമാനം ഉള്ളിൽ വിഷമമുണ്ടാക്കിയെങ്കിലും എതിര് പറയാൻ രേവതി സമ്മതം മൂളി. അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിന് അവൾ നിർബന്ധിക്കാൻ കഴിയുമായിരുന്നില്ല. അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം നാട്ടിലേക്ക് പോകുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ തന്നെ ചുറ്റിത്തിരികയായിരുന്നു മനസ്സ്. ഓർമ്മകൾ അയാളിലേക്ക് എത്തി. അഭിമന്യു ശേഖർ അമ്മയുടെ ആങ്ങളയുടെ മകനാണ്. വർഷത്തിലൊരിക്കൽ അമ്മയുടെ തറവാട്ടിൽ പോകുമ്പോഴാണ് കാണുക. താൻ കുഞ്ഞായിരുന്നപ്പോൾ വലിയ സ്നേഹമായിരുന്നു. ഇടയ്ക്കെപ്പോഴും അറിയാതെ ഗൗരവം കലർന്നു, നോട്ടത്തിലും ഭാവത്തിലുമൊക്കെ. തന്നോടധികം സംസാരിക്കാറില്ല. ഇപ്പോൾ 4-5 വർഷമായിരിക്കുന്നു കണ്ടിട്ട്. മെഡിസിൻ പഠിക്കാൻ പോയിരിക്കുകയായിരുന്നു. അവസാനമായി തറവാടിൽ ചെന്നിട്ടിപ്പോൾ 2 വർഷമായിരിക്കുന്നു. അച്ഛൻ്റെ കൂടെയാണ് പോയത്. ആ ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്നുണ്ടാവാം. ഓരോ തവണയും പോവാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുമ്പോഴും ഒടുവിൽ പിൻവലിയുന്നു. ഓരോന്നോർത്ത് കിടന്ന് എപ്പോഴാ ഉറങ്ങിയെന്നറിയില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്മ നല്ല ഉത്സാഹത്തോടെ ജോലിയൊക്കെ ഒതുക്കുന്ന കണ്ടു. വീട്ടിലേക്ക് പോകുന്നതിന്റെ സന്തോഷം ആ മുഖത്ത് കാണാമായിരുന്നു. വലിയ താല്പര്യമൊന്നുമില്ലാതെ റെഡിയായി. അത്രയും ദൂരം വണ്ടി ഓടിക്കാൻ വയ്യാത്തതുകൊണ്ട് ടാക്സിയിലായിരുന്നു പോയത്. കണ്ടുകൊണ്ടിരുന്ന സിനിമ ഇടയ്ക്ക് വെച്ച് നിന്നപ്പോഴാണ് സ്ഥലമെത്തിയെന്ന് മനസ്സിലായത്. ഒരു മെസ്സേജ് അയക്കാൻ പോലുള്ള റേഞ്ച് ഇല്ല. ദേഷ്യത്തോടെ ഫോൺ എടുത്ത് ബാഗിൽ വെച്ച്. അല്ലെങ്കിലും അതുകൊണ്ടിപ്പോ വലിയ കാര്യമൊന്നുമില്ലല്ലോ. ടാറിട്ട് റോഡിൽ നിന്ന് മാറി വണ്ടി ഇടവഴിയിൽ കൂടി സഞ്ചരിച്ചു തുടങ്ങിയിരുന്നു. കുറച്ചുകൂടി ഉള്ളിലേക്ക് ചെന്നപ്പോൾ 2 നിലയിൽ തല ഉയർത്തി നിൽക്കുന്ന തറവാട് കണ്ടു. മാറ്റമൊന്നുമില്ല. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ അമ്മമ്മ ഓടി അടുത്തു വന്നിരുന്നു. അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്ന കണ്ടപ്പോൾ ഉള്ളിലൊരു നീറ്റൽ തോന്നി. പലവട്ടം അമ്മ ഇങ്ങോട്ടേക്ക് വരാൻ നിന്നപ്പോൾ തടഞ്ഞത് താനായിരുന്നു. അബി എവിടെ അമ്മേ? മുത്തശ്ശിയാൻ കെട്ടിപ്പിടിച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴായിരുന്നു അമ്മയുടെ ചോദ്യം എത്തിയത്. എന്തിനെന്നറിയാത്ത ഒരു കൗതുകം അവളിലും ഉണ്ടായിരുന്നു. അവനിപ്പോ ഇവിടെ ഈ പൂട്ടിക്കിടന്ന ക്ലിനിക്ക് നോക്കി നടത്തുവല്ലേ. ഉച്ച കഴിഞ്ഞും ചിലപ്പോൾ രോഗികളുണ്ടാവും. എല്ലാവർക്കും വലിയ കാര്യം അവനെ. മുത്തശ്ശിയുടെ വാക്കിൽ വല്ലാത്തൊരു അഭിമാനം ഉണ്ടായിരുന്നു. അമ്മയുടെ മുഖത്തേക്കും അത് പ്രതിഫലിച്ചിരുന്നു. ചെന്ന വഴിയെ ചെറുതായി ഒന്ന് മയങ്ങാൻ കിടന്നു. ഭക്ഷണമൊക്കെ പിന്നെ മതിയെന്ന് പറഞ്ഞിരുന്ന അമ്മായിയോട്. നല്ല തണുപ്പുണ്ടായിരുന്നു മുറിയിൽ. ചുറ്റും മരങ്ങൾ നിറഞ്ഞുകൊണ്ടാവാം. AC-യും ഫാനൊന്നും ഇല്ലെങ്കിലും ഇത്രയും തണുപ്പ് ആദ്യമായിട്ടായിരുന്നു. എന്തോ വല്ലാത്ത ഇഷ്ടം തോന്നി. ഉച്ചക്ക് ഊണഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അഭിയേട്ടം വന്ന്. ഞാൻ പ്രതീക്ഷിച്ച രൂപമേ ആയിരുന്നില്ല. നല്ല പഴഞ്ചനായ ഒരാളെ പ്രതീക്ഷിച്ചപ്പോൾ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് എക്സിക്യൂട്ടീവ് ലുക്കിലുള്ള ഒരാളെയാണ് കണ്ടത്. കണ്ടാലൊരു ചന്തൊക്കെയുണ്ട്. ആളെല്ലാരെയും നോക്കി ചിരിച്ചിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ഓ ജാട. ചുണ്ടുകൊട്ടി വീണ്ടും കഴിക്കാൻ തുടങ്ങി. കഴിച്ചിട്ട് എഴുന്നേറ്റപ്പോഴേക്കാണ് ആള് കുളിച്ചിട്ട് വന്ന് നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി ഇരിക്കുന്നത് കണ്ടു. രണ്ടാളും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇടയ്ക്ക് അഭിയേട്ടന് ഇങ്ങോട്ട് നോക്കുന്നത് കാണാം. താൻ ഇന്നലെ വേണ്ട എന്ന് പറഞ്ഞ വല്ല അമ്മ പറയുമോ എന്നൊരു പേടി തോന്നി അവൾക്ക്. അവനെ നോക്കി ഒരു ചമ്മിയെ ചിരിച്ചിട്ട് മുറിയിലേക്ക് ചെന്നു. കുറച്ചു കഴിഞ്ഞ് വാതിൽ മുട്ടുകിട്ടു. നോക്കിയപ്പോൾ അഭിയേട്ടനാണ്. കയ്യിൽ എന്തോ ഒരു പൊതിയുണ്ട്. എത്രയൊക്കെ ആകാംക്ഷ മറച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ടും കണ്ണുകൾ ചതിച്ചിരുന്നു. പതിയെ അടുത്തു വന്നിരുന്നപ്പോഴേക്കും ചക്കപ്പഴത്തിന്റെ മണം മൂക്കിലേക്ക് അടിച്ചു കയറി. കയ്യിലേക്ക് തരും മുമ്പേ പിടിച്ചു വാങ്ങിയിരുന്നു. 2 എണ്ണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്ന അഭിയേട്ടനെ കാണുന്നത്. ആകെ നാണം കെട്ട ഭാഗത്തിൽ ഞാൻ ഇരിക്കുമ്പോഴേക്കും ആള് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പതിയെ പതിയെ ഓരോന്ന് ചോദിച്ചും പറഞ്ഞും ഉള്ളിലെ മഞ്ഞു പതിയെ ഉരുകുന്നുണ്ടായിരുന്നു. അഭിയേട്ടൻ ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞ് വൈകുന്നേരം ആടുകൂടെ വെറുതെ നാട് കാണാൻ ഇറങ്ങും. അഭിയേട്ടനെ കാണുമ്പോഴേ പിള്ളേരൊക്കെ ഓടി വന്ന് കാര്യം പറയുന്നതാണ്. പലരും അവർക്കുള്ള രോഗലക്ഷണങ്ങളെക്കുറിച്ചും തീരാറായ മരുന്നിനെക്കുറിച്ചും എല്ലാം വഴിയിൽ നിന്ന് പറയും. ഒട്ടും മടുപ്പില്ലാതെ എല്ലാവർക്കും ക്ഷമയോടെ ഉത്തരം കൊടുക്കുന്ന കാണാം. ആളോട് വലിയ സ്നേഹമാണെന്ന് തോന്നുന്നു നാട്ടിലെ എല്ലാവർക്കും. ഉള്ളിലൊരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ടെങ്കിലും ഈ നാട്ടിലെ പരിമിതമായ സൗകര്യങ്ങൾ ഓർക്കുമ്പോൾ അതൊക്കെ വീണ്ടും കുഴിച്ചു മൂടും. ആളെന്തായാലും ഈ നാട് വിട്ട് ടൗണിലേക്ക് വരില്ലെന്ന് ഏകദേശം ഉറപ്പായിരുന്നു. ഈ നാട്ടിലെ ഓരോ വീട്ടിലെ ഈ അംഗം തന്നെയായിരുന്നു അഭിയേട്ടൻ. ടൗണിൽ സ്വന്തമായി ഒരു ഹോസ്പിറ്റൽ ഓഫർ ചെയ്തുള്ള കല്യാണാലോചന വേണ്ടെന്ന് വെച്ച കഥ അമ്മായിൽ നിന്ന് അറിഞ്ഞപ്പോഴേ കാര്യങ്ങൾ ഏകദേശം തീരുമാനമായിരുന്നു. വൈകുന്നേരം വെറുതെ മുറ്റത്തേക്ക് നോക്കി തൂണിലേക്ക് തലയായിച്ചിരിക്കുകയായിരുന്നു വൈക. എത്ര വേഗമാണ് അഭിയേട്ടൻ മനസ്സിലേക്ക് ഇടിച്ച് കയറിയത്. പ്രണയത്തിന് ഇത്രയും ശക്തിയുണ്ടെന്നറിഞ്ഞില്ല. ഓരോ നിമിഷവും മനസ്സ് അവനിലേക്ക് മാത്രം ചുരുങ്ങുന്നു. ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയില്ലെന്നാണ് വിചാരിച്ചത് ഇവിടെ വരും വരെ. പക്ഷേ ഓരോ ധാരണകളും തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. കൂട്ടുകാരോട് ചാറ്റ് ചെയ്യാതെ സോഷ്യൽ മീഡിയകളിലൊന്നും കയറാതെ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മുമ്പ് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നത്.
എനിക്ക് ആളുകളെ ഫോണിൽ വിളിച്ച് സംസാരിക്കാനാണോ ചാറ്റ് ചെയ്യുന്നതിൽ ഇഷ്ടം. നമ്മൾ നേരിൽ സംസാരിക്കുന്നതിനെ എപ്പോഴും നല്ലത്. പിന്നെ വാർത്തകൾ അറിയാനായിട്ട് ടിവിയും കേബിളും ഇല്ലേ, അത്യാവശ്യത്തിന് നെറ്റ് ഉപയോഗിക്കാൻ കമ്പ്യൂട്ടറുണ്ട്. പിന്നെന്താ പ്രശ്നം? വീർപ്പ് മുട്ടിയുള്ള ജീവിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അഭിയേട്ടൻ പറഞ്ഞ മറുപടി വീണ്ടും ഒരിക്കൽ കൂടി കാതിൽ മുഴങ്ങി. ആ പറഞ്ഞതനുസരിച്ച് താനും മാറി തുടങ്ങിയോ? ഓരോന്ന് ആലോചിച്ചിരിക്കുന്നതിനിടയിൽ അഭിയേട്ടൻ അടുത്തു വന്നിരുന്നത് അറിഞ്ഞില്ല. എന്താണ് മേഡം, തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ? കാതോരം കുസൃതി നിറഞ്ഞൊരു സ്വരം കേട്ടപ്പോഴായിരുന്നു ഞെട്ടി നോക്കിയത്. ചിരിയോടെ അരികിലിരിപ്പുണ്ട് ആള്. എന്നാലൊരു വൈഫ് വെക്കേണ്ട കാര്യത്തിന് കല്യാണമൊക്കെ വേണ്ടെന്ന് വെക്കാമോ എന്റെ പെണ്ണേ? പറയുമ്പോൾ ചിരി കടിച്ചമർത്തുന്ന കണ്ടു ദേഷ്യത്തോടെ കണ്ണു കൂർപ്പിച്ച് നോക്കി. നെറ്റ് മാത്രമല്ല, ഇവിടെ ഒരു പാർക്കുണ്ടോ, സിനിമ ഒരു തിയേറ്റർ ഉണ്ടോ, ഒരു ഓഫീസിലെ ആശുപത്രിയിലെ പോലെ ഒരു ലിഫ്റ്റെങ്കിലും ഉണ്ടോ? സ്റ്റെപ്പ് കയറി മനുഷ്യനും അടുക്കും. അവന് നോക്കി വീറോടെ പറഞ്ഞു. അഭി ചിരിച്ചതേയുള്ളൂ. പിന്നെ കൈനീട്ടി അവിടെ മൂക്കിൻ തുമ്പിലൊന്ന് പിടിച്ച്, നീ പോയി പെട്ടെന്ന് ഒരുങ്ങി നിൽക്കടി എന്തിനെന്ന് ചോദിക്കാൻ വരുമ്പോഴേക്കും ആൾ എഴുന്നേറ്റ് അകത്തേക്ക് പോയിരുന്നു. പറഞ്ഞതനുസരിച്ച് വേഗം തന്നെ ഒരുങ്ങി നിന്നു. ബൈക്കിന്റെ പിന്നിൽ അവനോട് ചേർന്നിരിക്കുമ്പോൾ തണുപ്പ് കാരണം പല്ലുകൾ കൂട്ടിയിടിക്കുന്നുണ്ടായിരുന്നു. തണുപ്പ് മാറാൻ വേണ്ടി അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് കണ്ണുകൾ അടച്ച് പുറത്തേക്ക് ചാഞ്ഞിരുന്നു. കുറെ ദൂരം പോയപ്പോൾ ബൈക്ക് നിന്നു എന്ന് തോന്നിയപ്പോഴാണ് കണ്ണു തുറക്കുന്നത്. ഒരു ഗ്രൗണ്ട് പോലെ തോന്നുന്നൊരു സ്ഥലത്തായിരുന്നു ബൈക്ക് നിർത്തിയത്. നിലത്താകെ പച്ചപ്പുല്ല് വളർന്നു കിടക്കുന്നു. ചുറ്റുമുള്ള മരങ്ങളാവും. നല്ല തണുപ്പുണ്ടായിരുന്നു. അസ്തമയ സൂര്യന്റെ ചുവപ്പ് രാശി കൂടിക്കലർന്ന് വല്ലാത്തൊരു ഭംഗി തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെരുപ്പഴിക്ക്, എന്നിട്ട് വെറുതെ നടന്നു നോക്ക്, അവൻ പറഞ്ഞു കേട്ട് ആദ്യം ഒന്ന് സംശയിച്ചു. എങ്കിലും പതിയെ ചെരുപ്പഴിച്ച് ആ പുല്ലിലേക്ക് പതിയെ ചവിട്ടി. ഉള്ളംകാലിൽ നിന്നൊരു തണുപ്പ് നെറുകെ വരെ പടരുന്നതായി അറിഞ്ഞു. കണ്ണുകളടച്ച് വെറുതെ ഒരടി കൂടി മുന്നോട്ട് വെച്ചു. ആ തണുപ്പുള്ളിലേക്ക് ആവാഹിക്കുമ്പോഴേക്കും അഭിയേട്ടൻ പിന്നിലൂടെ തന്നെ ശരീരത്തോട് ചേർത്ത് നിർത്തി തോളിൽ മുഖം അമർത്തിയിരുന്നു. ശരീരമൊന്ന് വിറച്ച പോലെ തോന്നി അവൾക്ക്. നിനക്ക് പാർക്കിലും മറ്റും പോണം തോന്നുമ്പോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ പെണ്ണേ. പിന്നെ സിനിമ പോലും കാണാത്ത അത്രയും പഴഞ്ചനൊന്നല്ല കേട്ടോ ഞാൻ. നീ കണ്ടെങ്കിലും കൂടുതൽ ഒരു പക്ഷേ തിയേറ്ററിൽ പോയി ഞാൻ കണ്ടു കാണും. ചെവിയോട് ചേർന്ന് അവൻ പറഞ്ഞപ്പോൾ ചിരിയോടെ അവൾ മുഖം താഴ്ത്തി. ഉള്ളിൽ നിറയുന്ന സന്തോഷത്തിന്റെ തരിപ്പ് ശരീരമാകെ പടരുന്നുണ്ടായിരുന്നു. ദാ ആ മല ഉണ്ടോ? അവൻ മുന്നിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ നിന്നുള്ളതാ ഞാൻ ഇതുവരെ കണ്ട ഏറ്റവും മനോഹരമായ ഉദയവാസ്തമനവും. അവന്റെ പറച്ചിൽ കേട്ട് മുന്നിലേക്ക് നോക്കി. ചെറിയൊരു കുന്നുപോലെയുണ്ട്. മുകളിലേക്ക് പോകാനായി വഴി തെളിച്ചിട്ടുണ്ട്. ഓറഞ്ച് നിറം അവിടെ ആകെ പടർന്നു തുടങ്ങിയിരുന്നു. അസ്തമനത്തിന് ഇനി അധിക സമയമില്ലെന്ന് സൂചിപ്പിക്കുന്ന വിധം ആവേശത്തോടെ അവനെ നോക്കി. ഇനി നിന്റെ അടുത്ത പരാതി. അവള് വല്ലാത്തൊരു ഭാഗത്തിൽ നോക്കി മീശയൊന്ന് പിരിച്ചു. കാര്യം എന്തായെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും രണ്ടു കൈകളിലുമായി പൊക്കിയെടുത്തിരുന്നു. ഒരു നിലവിളിയോടെ അവന്റെ കഴുത്തിൽ ചുറ്റിക്കിടന്നപ്പോൾ ചിരിക്കുന്ന കേട്ടു. നാട്ടിമ്പുറല്ലേ, ഇവിടെ ഈ ലിഫ്റ്റൊക്കെ കിട്ടൂ. ഇനി എന്തായാലും എന്റെ പെണ്ണ് സ്റ്റെപ്പ് കയറി ക്ഷീണിക്കണ്ട. അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കണ്ണിറിക്ക് അഭി പറഞ്ഞു. നാണം കലർന്ന ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തുമ്പോൾ ആ ഹൃദയമിടിപ്പ് എന്റേതുകൂടി ആവുകയായിരുന്നു.